വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ലോഞ്ച്. എൻ്റെ പേര് ആക്മി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു DIY വീഡിയോ ആണ്. എനിക്കറിയാം ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല, ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ DIYs ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടി ഹാക്സ് ആണ്. അപ്പോൾ DIY ബ്യൂട്ടി ഹാക്സിൽ നമ്മൾ ഇന്ന് ആദ്യമേ തന്നെ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രൗ ജെല്ല് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കൊരു ബ്രൗ ജെല്ല് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം സംസാരിച്ച സമയങ്ങളാണ് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കുന്നുണ്ട്. നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കുക. പിന്നെ നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് കോഫി പൗഡറാണ്. അത് ഞാനൊരു 2 ടീസ്പൂൺ മാത്രം എടുക്കുന്നത്. കുറച്ച് പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ആലോവേറ ജെല്ലും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യത്തക്ക രീതിയിൽ അത്ര ആവശ്യത്തിനുള്ള ആലോവേറ ജെല്ല് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ 2 പ്രൊഡക്റ്റും കൂടെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 തുള്ളി കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഇത്രയും തന്നെ ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, നല്ലൊരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ഡബ്ബയിൽ നമുക്കത് കുറച്ച് നാളത്തേക്ക് നമുക്കത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി അതെങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ആംഗിൾ ബ്രഷ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ബ്രൗസ് ഫില്ല് ചെയ്യുന്നത്. വളരെ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ ആ ഔട്ടർ കോർണറിൽ ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ആ ഒരു കളർ പേ ഓഫ് വരുന്നത്. നല്ല ഡാർക്ക് ബ്രൗൺ കളറാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചായിട്ട് നമ്മുടെ പിരികം മൊത്തം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്പൂലി വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സ്പൂലി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനൊരു ബ്രഷ്, നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു തിക്നെസ്, ആ ഒരു വീതി നമ്മളൊന്ന് കുറയ്ക്കുക. അപ്പോൾ ആ വീതി കുറച്ച് കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ പിരികത്തിൽ അത് വെച്ചിട്ട് ബ്രഷ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ബ്രഷ് ചെയ്ത് കാണിക്കാം. സെയിം ആ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ അറ്റം ശരിക്കും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീതി കുറച്ചുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ പിരികം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കാരണം കാപ്പിപ്പൊടിയുടെ എന്തെങ്കിലും ഒരു തരിയൊക്കെ നമ്മുടെ പിരികത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് പോകും. അപ്പോൾ അതിനാണ് ഞാൻ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. നമുക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കാണ് ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇപ്പോൾ ഞാൻ അടുത്ത പിരിവ് അതേപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ചില കാപ്പിപ്പൊടിയിൽ ശരിക്കും തരികൾ, കുറച്ച് വലിയ തരികളുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാതിരിക്കുക. ഞാൻ ആക്ച്വലി എടുത്തപ്പോൾ ശരിക്കും ഒന്ന് അരിച്ച് അതിൻ്റെ വെറും ഫൈനായിട്ടുള്ള പൗഡർ മാത്രമാണ് എടുത്തത്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ആ ജെല്ല് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ തരികൾ ഉണ്ടാവത്തുമില്ല, നമുക്ക് നല്ല എളുപ്പത്തിൽ എടുക്കാനും പറ്റും. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ ബ്രൗ ജെല്ല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കാൻ വെക്കുക. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലോട്ടൊന്നും വരത്തേയില്ല. അത് ശരിക്കും നമ്മൾ ഒരു ജെല്ല് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് സ്റ്റിക്കായി കഴിഞ്ഞാൽ പിന്നെ അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് പോകുന്നുള്ളൂ, അല്ലാണ്ട് അത് പോകുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി.